നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് നടയിലാണ്. ഇന്നത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനൊരു പ്രത്യേകതയുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതായത് എക്കിനോക്സ് എന്ന പ്രതിഭാസം ഒരു വർഷത്തിൽ 2 തവണയാണ് നടക്കുക. മറ്റൊന്നുമല്ല, സൂര്യാസ്തമന സമയത്ത് ഈ ഗോപുരത്തിൻ്റെ നൂറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ള ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഓരോ വാതിലിലൂടെയും സൂര്യൻ കടന്നു പോകുന്ന, കൃത്യമായി ആ വാതിലുകളിലൂടെ കടന്നു പോകുന്ന അത്ഭുത ദൃശ്യമാണ്. ആ ദൃശ്യം കാണുവാനായി ധാരാളം ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണഭാഗത്തിനോ ഉത്തരഭാഗത്തിനോ അഭിമുഖമായി അല്ലാതെ കൃത്യമായി ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായി വരുന്ന നിമിഷങ്ങളാണ് ഇക്വിനോക്സ് നിമിഷങ്ങൾ എന്ന് പറയുക. ഇവിടെ അത്ഭുതം ഈ നിർമ്മിതിയാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് കൃത്യമായി ഈ ഇക്വിനോക്സ് നിമിഷങ്ങൾക്ക് പിന്നിലുള്ള ശാസ്ത്രീയത മനസ്സിലാക്കിയും സൂര്യന്റെ സഞ്ചാരപാത മനസ്സിലാക്കിയിട്ടുമാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായി വരിക. മാർച്ചിലും സെപ്റ്റംബറിലും, ഏതാണ്ട് 21 മാർച്ചിനും 23 സെപ്റ്റംബറിലും അടുത്തുള്ള ദിവസങ്ങളിലായിരിക്കും ഈ പ്രതിഭാസം സംഭവിക്കുക. ഈ സമയത്തൊക്കെയും, അല്ലെങ്കിൽ ഇക്വിനോക്സ് നിമിഷങ്ങളിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഈ കാണുന്ന ഗോപുരത്തിന്റെ 5 കിളിവാതിലിലൂടെയും സൂര്യൻ ഓടിമറഞ്ഞ് അസ്തമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഈ അത്ഭുത നിമിഷങ്ങൾ കാണാനായി ഇന്ന് സൂര്യാസ്തമയത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് കിഴക്കേക്കോട്ടയും പരിസരത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആകാംക്ഷയോടുകൂടി ആബാലവൃദ്ധം ജനങ്ങളും കാത്തിരുന്നു. പക്ഷേ ഗോപുരത്തിനോട് സൂര്യൻ അടുക്കുമ്പോൾ ഗോപുരത്തിന് പിന്നിലായി കനത്ത കാർമേഘങ്ങൾ വന്നടിഞ്ഞു. ഇത് കാണാൻ നിൽക്കുന്ന ഭക്തരെ നിരാശയിലാക്കി, ഒപ്പം ഞങ്ങളെയും. ഇക്കൊല്ലത്തെ ഈ അത്ഭുത നിമിഷങ്ങൾ കാണാനാകില്ല എന്ന് മനസ്സിൽ ഉറച്ച നിമിഷങ്ങൾ കടന്നുപോയി. പക്ഷേ 1-ാം കിളിവാതിലിന് തൊട്ടടുത്തെത്തിയപ്പോൾ മഴമേഘങ്ങൾ പെട്ടെന്ന് മാറി സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. ഹർഷാരവത്തോടുകൂടിയാണ് ഭക്തജനങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്തത്. പിന്നെ കണ്ടത് മഹാഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവമായിരുന്നു. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു മഹാത്ഭുതവും ആ മഹാത്ഭുതത്തെ അളന്നു കുറിച്ചെടുത്ത ശേഷമുള്ള ഭൂമിയിലെ നിർമ്മിതിയും കണ്ട് നിർവൃതിയോടെ ഭക്തജനങ്ങൾ മടങ്ങി. സനാതനധർമ്മവും ഭാരതീയ വിചാരധാരയും മിത്തുകളും അതുപോലെ തന്നെ അബദ്ധങ്ങളുമാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് അല്പസമയം മുമ്പ് നമ്മളിവിടെ കണ്ടത്. കൃത്യമായി സൂര്യനടക്കമുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ഇന്ന് ആധുനിക മനുഷ്യൻ ടെലസ്കോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഈ നിർമ്മിതി, മനുഷ്യനിർമ്മിതി എന്ന ഈ വൈഭവം, ഈ വിസ്മയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണിതുയർത്തിയ ഈ ആകാശഗോപുരം.